ഓഫ് എനർജി എഫിഷ്യൻസി സംസ്ഥാനങ്ങളുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഊർജ്ജകാര്യക്ഷമത വിലയിരുത്തി പ്രസിദ്ധീകരിക്കുന്ന ദേശീയ ഊർജ്ജ കാര്യക്ഷമത ഗ്രൂപ്പ് 3 വിഭാഗത്തിൽ കേരളത്തിന് 1ാം റാങ്ക് ലഭിച്ചു. 23-24 കാലയളവിൽ ദേശീയ ഊർജ്ജ കാര്യക്ഷമത സൂചികയിൽ ഗ്രൂപ്പ് 2 വിഭാഗത്തിൽ കേരളത്തിന് പുരസ്കാരം ലഭിച്ചു. 2018-2022 എന്നീ വർഷങ്ങളിലും കേരള ദേശീയ ഊർജ്ജ കാര്യക്ഷമതാ സൂചികയിൽ മുന്നിലെത്തിയിരുന്നു. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഊർജ്ജ മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി നീതി ആയോഗിന്റെ 22 ഏപ്രിൽ പ്രസിദ്ധീകരിച്ച സ്റ്റേറ്റ് എനർജി ആൻഡ് ക്ലൈമറ്റ് ഇൻഡെക്സ് റൗണ്ട് 1 പ്രകാരം വലിയ സംസ്ഥാനങ്ങളിൽ വിഭാഗത്തിൽ സംസ്ഥാനത്തെ ഊർജ്ജ രംഗത്തെ പുത്തൻ പ്രവർത്തനം സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനും ഊർജ്ജ കാര്യക്ഷമത സംബന്ധിച്ച് പൊതുജനങ്ങൾ അവബോധം സൃഷ്ടിക്കുന്നതിനുമായി എനർജി മാനേജ്മെന്റ് സെന്റർ 28ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 24 ഫെബ്രുവരി 7 മുതൽ 9 വരെ തിരുവനന്തപുരം വഴുതക്കാട് ടാഗോർ ഹാളിൽ വെച്ച് ആദ്യത്തെ അന്താരാഷ്ട്ര ഊർജ്ജമേള സംഘടിപ്പിച്ചു. ISRO, തുടങ്ങിയ സ്ഥാപനങ്ങളിലെ വിദഗ്ധന്മാരുടെ പങ്കാളിത്തവും സംസ്ഥാന ഊർജ്ജ സംരക്ഷണ പുരസ്കാരവും വിതരണം വിജയമായി. ഇതിന്റെ തുടർച്ചയായി 2025 തൈക്കാട് പോലീസ് ഗ്രൗണ്ടിൽ കാർബൺ രഹിത കേരളം എന്ന പ്രമേയത്തെ നടന്ന 2ാം പതിപ്പ് പുനരുപയോഗ ഊർജ്ജം, സ്മാർട്ട് ഗ്രിഡ്, സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ ഊന്നിയുള്ള ചർച്ചകൾക്ക് വേദിയായി. മേളയുടെ 3ാം പതിപ്പ് 2026 ഫെബ്രുവരി 7 മുതൽ 9 വരെ പനങ്ങാട് എയർഫോഴ്സ് ക്യാമ്പിലെ പ്രൊഫസർ VK ദാമോദരൻ നഗറിൽ കേരളത്തിന്റെ ഊർജ്ജഭാവിയെ ശാക്തീകരിക്കുക എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ചു. മേളയിൽ നൂതന സാങ്കേതിക വിദ്യകളുടെയും ഊർജ്ജ സുരക്ഷയും കാലാവസ്ഥാ സംരക്ഷണവും ഉറപ്പാക്കുന്നതിനും ദേശീയ സംവാദങ്ങൾ നടന്നു. സാധാരണക്കാർക്ക് നവീന സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടാനും ഊർജ്ജ ബോധവൽക്കരണം നേടാനും സാധിച്ചു. ഈ 3 പതിപ്പുകൾ കേരളത്തിന്റെ ഊർജ്ജ പരിവർത്തനത്തിന് മികച്ച മാതൃകയാണ്. കേരളത്തെ ഊർജ്ജകാര്യ സ്വയം പര്യാപ്തതയിലേക്കും സുസ്ഥിരമായ ഹരിതഭാവിയിലേക്കും നയിക്കുക എന്ന ലക്ഷ്യത്തോടെ ശ്രീ KO ജനീഷ് കുമാർ സാർ, ശബരിമലയിലെ സ്വർണം കട്ടവരെയും അത് വാങ്ങിയവരെയും അത് വാങ്ങാൻ ഇടനില നിന്ന UDF കൺവീനർ ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാരെ സംരക്ഷിക്കാനുള്ള വലിയ വ്യഗ്രതയാണ് സാർ ഈ സഭയ്ക്കുള്ളിലെ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാർ ഇവരുടെ ഈ തൊലിക്കട്ടി അപാരം തന്നെ സാർ. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണ് സാർ ഇവർക്കുള്ളത്. സാർ, എന്റെ ചോദ്യം സാർ, ഇന്ന് നമ്മുടെ നാട്ടിൽ പവർ കട്ടില്ല സാർ. ഇന്ന് നമ്മുടെ നാട്ടിൽ ലോഡ് ഷെഡിംഗ് ഇല്ല സാർ. 10 വർഷം മുമ്പ് ഒരു ഇരുണ്ട കാലം കേരളത്തിൽ ഉണ്ടായിരുന്നു സാർ. ആ പവർ കട്ടുള്ള ലോഡ് ഷെഡിംഗ് ഉള്ള ഒരു ഇരുണ്ട കാലം, ആ ഇരുണ്ട കാലത്തെ മാറ്റിയെടുത്ത ഊർജ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ഈ ഗവൺമെന്റിനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു സാർ. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒഴിവാക്കുന്നതിന് വേണ്ടി വൈദ്യുതി മേഖലയിൽ സ്വീകരിച്ച നടപടികൾ വിശദമാക്കാമോ എന്നതാണ് സാർ എന്റെ ചോദ്യം. മിനിസ്റ്റർ, എന്താ സാർ ഒന്നും കേട്ടില്ല. പവർ കട്ടും ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ എന്തൊക്കെ നടപടി സ്വീകരിച്ചു? പവർ കട്ടും ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത്? പറഞ്ഞോട്ടെ. 2000 വൈദ്യുതി നിയമം 2003 സെക്ഷൻ 62 പ്രകാരം സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് നിശ്ചയിക്കുന്നതിനുള്ള അധികാരം വൈദ്യുതി പവർ കട്ടും ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ എന്താണ് നടപടി സ്വീകരിച്ചത്? ഒരു മിനിറ്റ്. പത്ത് കൊല്ലമായും സാർ പവർ കട്ടില്ല. ഉൽപാദന മേഖലയിൽ 2160 മെഗാവാട്ട് ഉൽപാദനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സാർ അതേപോലെ പകൽ സമയത്ത് ആദ്യമായി വൈദ്യുതിക്ക് ചാർജ് കമ്മിയാക്കിയത് കേരളത്തിലാണ്, ഇന്ത്യയിൽ തന്നെ സാർ. അതുകൊണ്ടാണ് സാർ ഈ വൈദ്യുതി ഉൽപാദന മേഖല അതേ ഹൈഡ്രൽ പ്രോജക്ട് 171 മെഗാവാട്ട് ഇപ്പോൾ പള്ളിവാസൽ 2-ാം തീയതി ഉദ്ഘാടനം നടത്താനും അതുകൊണ്ടാണ് നമുക്ക് കമ്മിയാക്കാൻ സാധിക്കും.
സർ, വൈദ്യുതി മേഖലയിൽ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള നടപടികൾ വ്യക്തമാക്കാം. ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സർ, ഞാൻ നേരത്തെ പറഞ്ഞു, സോളാറിൽ 2100 മെഗാവാട്ട് ഉൽപ്പാദിപ്പിച്ചു. ഹൈഡ്രൽ പ്രോജക്റ്റുകളിൽ 171 മെഗാവാട്ട് ഉൽപ്പാദിപ്പിച്ചു. പള്ളിവാസൽ 2-ാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം നടത്താൻ പോവുകയാണ്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ചുമതലപ്പെടുത്തിയ പ്രകാരം അഡ്വക്കേറ്റ് പ്രേംകുമാർ. സർ, ശബരിമലയിൽ അവിടെയുള്ള വാജിവാഹനം കൈമാറിയതിലും കോൺക്രീറ്റിന്റെ കൊടിമരം അത് ചെതലരിച്ചു പോയി എന്ന് പറഞ്ഞ് കൊള്ള നടത്തിയവർ ഇന്ന് നിയമസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാടിനു വേണ്ട നിയമങ്ങളാകെ നിർമ്മിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ നടത്തുന്ന ഈ സമരാഭാസം കേരളീയ സമൂഹം തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കേരളത്തിൽ സൗരോർജ വൈദ്യുതി ഉൽപാദനത്തിൽ രാജ്യത്തിന് മാതൃകയാണെന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് അങ്ങക്ക് വിശദീകരിക്കാമോ? സർ, വളരെ താല്പര്യമെടുത്ത് ഇലക്ട്രിസിറ്റി ബോർഡും എനർട്ടും വളരെ താല്പര്യമെടുത്താണ് ഇതിനു വേണ്ടി മുൻകൈയെടുത്തത്. 2100 കേരളത്തിൽ തന്നെ 2ാമത്തെ സംസ്ഥാനമാണ് സൗരോർജത്തിന്. അതേപോലെ ബാറ്ററി സ്റ്റോറേജും കൂടി ഇപ്പൊ 500 മെഗാവാട്ടിന്റെ ബാറ്ററി സ്റ്റോറേജും കാസർഗോഡ് വെക്കാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പീക്ക് അവറിലും അതിന്റെ ഗുണം കിട്ടും. പിന്നെ ഹൈഡ്രൽ പ്രോജക്റ്റുകളെല്ലാം എല്ലാം തന്നെ നമ്മൾ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തി പൂർത്തിയാക്കാനുള്ള ശ്രമം നടത്തലാണ്. ശ്രീ PP സുമോദ്. സർ, ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ കോൺഗ്രസ് ഇപ്പൊ ഇവിടെ നിയമനിർമ്മാണം നടത്തുന്ന ഈ സഭയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ഖേദകരമാണ് സർ. സർ, എന്റെ ചോദ്യം, സംസ്ഥാനത്തെ വൈദ്യുത വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമാണ്? വൈദ്യുതി നഷ്ടം കുറക്കുന്നതിൽ ഉണ്ടായ പുരോഗതി വ്യക്തമാക്കാം. മിനിസ്റ്റർ. സാർ, ഒന്നുകൂടി ചോദിക്കാൻ പറയണം, കേൾക്കില്ല. വൈദ്യുതി നഷ്ടം കുറക്കാൻ സർക്കാർ സ്വീകരിച്ച പുരോഗതി. വൈദ്യുതി നഷ്ടം കുറക്കാൻ എന്തൊക്കെ നടപടിയാണ് സ്വീകരിച്ചത്? സാർ, UDF ഭരണകാലത്ത് 24% പ്ലീസ്. ശ്രീ UR പ്രദീപ്. കേരളത്തിൽ 2016 മുമ്പേ വൈദ്യുതി മേഖല കരിമ്പുംതോട്ടത്തിൽ ആന കിടന്ന പോലെയായിരുന്നു സർ. അവിടെ നിന്ന് നല്ല നിലയ്ക്ക് ലോകം ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാക്കി മാറ്റിയത് ഞാൻ അഭിനന്ദിക്കുന്നു സർ. സർ, എന്റെ ചോദ്യം, എന്റെ മണ്ഡലത്തിൽ ചേലക്കരയും പഴയന്നൂരുമായി ബന്ധപ്പെട്ട് ഏകദേശം 54,000 ഗുണഭോക്താക്കളുണ്ട് സർ. അതിന്റെ ഭാഗമായി ഇപ്പോ പ്രവർത്തനം അതിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടത്ര എത്തിക്കാൻ കഴിഞ്ഞ വലിയ സ്ഥലമായതുകൊണ്ട് അപ്പൊ ഇവിടെ ചേലക്കരയും അതുപോലെ തന്നെ പഴയന്നൂരുമുള്ള കൺസ്യൂമേഴ്സിനെ ഒരുമിച്ചാക്കി മറ്റൊരു പുതിയ സെക്ഷൻ നമുക്ക് അനുവദിച്ചു തരാൻ കഴിയോ എന്ന ഒരു ആവശ്യം പരിഗണിക്കാൻ കഴിയും സർ? അത് ആലോചിക്കാവുന്നതാണ് സാർ. ചോദ്യം നമ്പർ 185 പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 186 ശ്രീ ചാണ്ടി ഉമ്മൻ, നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 187 ശ്രീ മുരളി പെരുന്നള്ളി, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.